വാൽപ്പാറയ്ക്ക് സമീപം കാട്ടാനയുടെ ആക്രമണത്തെ തുടർന്ന് പരിക്കേറ്റയാൾ മരിച്ചു. കോയമ്പത്തൂർ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ചന്ദ്രനാണ് മരിച്ചത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ചന്ദ്രനെ ആന ആക്രമിച്ചത്. MS ലിഷോയ് വിവരങ്ങളുമായി ചേരുകയാണ്. ലിഷോയ്, ഇത്രയും ദിവസം ചികിത്സയിൽ തുടർന്ന് ഒടുവിൽ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു. വിവരങ്ങൾ എന്താണ്? 10-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കോയമ്പത്തൂർ വാൽപ്പാറയ്ക്ക് സമീപമുള്ള ഗജമുടി എസ്റ്റേറ്റിലാണ് ലോവർ ഡിവിഷൻ പ്രദേശത്ത് രാത്രി കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. 3 കാട്ടാനകൾ ഈ പ്രദേശത്ത് രാത്രി 1 മണിയോട് കൂടിയാണ് ഇറങ്ങിയത്. ഈ കാട്ടാനകൾ ഇറങ്ങിയ സമയത്ത് ജനവാസ മേഖലയിലേക്ക് എത്തി. തേയിലത്തോട്ടത്തിലെ തൊഴിലാളികൾ അവിടെ താമസിക്കുന്ന ഇടത്തേക്ക് പിന്നീട് ഈ കാട്ടാനകൾ എത്തുകയായിരുന്നു. തുടർന്ന് 3 ആനകൾ വിവിധ ഭാഗങ്ങളിലുള്ള ഈ തൊഴിലാളികളുടെ താമസ സ്ഥലത്തേക്ക് ഓടിക്കയറുകയായിരുന്നു. അങ്ങനെ ആനകൾ വന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകളും ചിതറിയോടി. അങ്ങനെ ഓടുന്ന സമയത്താണ് ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ ചന്ദ്രന് പരിക്കേറ്റിരുന്നത്. 4 പേർക്ക് അന്ന് പരിക്കേറ്റിരുന്നു. ചന്ദ്രൻ, ഉദയകുമാർ, അതുപോലെ തന്നെ കാർത്തികേശ്വരി, സരോജ എന്നീ 4 പേർക്കാണ് പരിക്കേറ്റിരുന്നത്. ഇവരെ 108 ആംബുലൻസിൽ ഉടനെ തന്നെ സമീപത്തുള്ള ആശുപത്രിയിൽ ആദ്യം എത്തിച്ചു. പ്രഥമ ശുശ്രൂഷ നൽകിയ ശേഷം പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി ചന്ദ്രനെ കോയമ്പത്തൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. കോയമ്പത്തൂരിലെ സർക്കാർ ആശുപത്രിയിലേക്ക് അവിടെ എത്തിച്ച ശേഷം അവിടെ ചികിത്സയിലായിരുന്നു ഈ 62 വയസ്സുകാരനായ ചന്ദ്രൻ. പക്ഷേ ഇന്ന് പുലർച്ചെ ചന്ദ്രൻ മരണത്തിന് കീഴടങ്ങി. ഗുരുതരമായി പരിക്കേറ്റിരുന്നു ചന്ദ്രന്. ആന്തരിക അവയവങ്ങൾക്കുൾപ്പെടെ പരിക്കേറ്റിരുന്നു. രക്തസ്രാവം ഉണ്ടായിരുന്നു ഉള്ളിൽ എന്നുള്ളതാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഈ കാട്ടാനയുടെ ആക്രമണം വാൽപ്പാറ മേഖലയിൽ വളരെ രൂക്ഷമായി ഉള്ള ഒരു സംഭവമാണ്. തമിഴ്നാട് കോയമ്പത്തൂർ ജില്ലയിലുള്ള പ്രദേശത്ത് തന്നെയാണ് ഏറ്റവും അധികം കാട്ടാനകൾ നിലയുറപ്പിച്ചിട്ടുള്ളത്. ഈ തോട്ടം മേഖലയിലെല്ലാം തന്നെ വലിയ തോതിൽ കാട്ടാനകളുടെ ആക്രമണം പല സമയങ്ങളിലായി ഉണ്ടായിട്ടുണ്ട്. അടുത്തിടെയാണ് അവിടെ ഒരു 4 വയസ്സുകാരിയെ പുലി പിടിച്ചു കൊണ്ടുപോവുകയും മരണം സംഭവിക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നത്. അങ്ങനെ വന്യമൃഗങ്ങളുടെ ആക്രമണം പതിവായി ഉണ്ടാകുന്ന ഒരു മേഖലയാണ് ഈ വാൽപ്പാറയിലെ വിവിധ തോട്ടം മേഖലകൾ. ജനങ്ങളൊക്കെ തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തിയ ഒരിടമാണ്. അവിടെ നിന്നാണ് മറ്റൊരു മരണം കൂടി ഈ ദിവസം നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ജനങ്ങളൊക്കെ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ടോ? വനം വകുപ്പിന്റെയൊക്കെ ഇടപെടൽ അത് തൃപ്തികരമാണോ, അതല്ല അവർക്ക് അതൃപ്തിയുണ്ടോ? ജനങ്ങൾക്കൊക്കെ പ്രതിഷേധമുണ്ടോ? കാട്ടാനകളുടെ സാന്നിധ്യം തിരിച്ചറിയുന്നതിന് വേണ്ടി വാൽപ്പാറയിൽ വനം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ പലവിധ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട്. വാട്സപ്പ് കൂട്ടായ്മകൾ മുഖേന ആളുകൾക്ക് ഉടനടി തന്നെ വിവരം നൽകുന്നതിനൊക്കെ. പക്ഷേ അതൊക്കെ പ്രധാനമായും നടക്കുന്നത് ഈ തോട്ടം മേഖലയിൽ രാവിലെ ഉൾപ്പെടെ ഈ തൊഴിലാളികൾ ജോലിക്കിറങ്ങുന്ന സമയത്ത് അവർക്ക് ഒരു മുന്നറിയിപ്പ് നൽകുന്നതിൻ്റെ ഭാഗമായാണ്. പക്ഷേ ഇതിപ്പോൾ രാത്രി പുലർച്ചെ 1 മണിക്കാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ഇടത്തേക്കാണ് ആനകൾ വന്ന് ആക്രമണം നടത്തിയത്. അതോടുകൂടി ഇത് ഇപ്പോൾ ഇവർക്ക് വീടിനകത്ത് പോലും സുരക്ഷിതമല്ലാത്തൊരു സ്ഥിതി ഉണ്ടായിരിക്കുകയാണ്. ഇത് വലിയ തോതിലുള്ള ഒരു പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. പക്ഷേ ഒരു പ്രത്യക്ഷ പ്രതിഷേധത്തിന് ഇപ്പോൾ എന്തായാലും ഈ വലിയ തോതിൽ ആളുകൾ എത്തിയിട്ടില്ല. കുട്ടമ്പുഴയിലെ പ്രശ്നമുണ്ടായ സമയത്ത് വാൽപ്പാറ അടക്കമുള്ള മേഖലകളിൽ ആനയുടെ സാന്നിധ്യം തിരിച്ചറിയിക്കാനുള്ള വാട്സാപ്പ് കൂട്ടായ്മകൾ അടക്കമുള്ള സംഭവങ്ങളുണ്ട്. അതൊക്കെ ഇവിടെയും പരീക്ഷിക്കാമല്ലോ എന്ന് ചിന്തിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഈ സംവിധാനങ്ങളെല്ലാം ഉണ്ടായിട്ടും അവിടെയും തീർച്ചയായും ഒരു ഇടവേളയ്ക്ക് ശേഷം അങ്ങനെ മനുഷ്യ വന്യജീവി സംഘർഷം വീണ്ടും അങ്ങനെ ചർച്ച ചെയ്യപ്പെടുകയാണ്.